നമസ്തേ, സ്വാഗതം. ബീറ്റൺ ഓർഗാനിക്സിൻ്റെ 182ാമത് എപ്പിസോഡിലേക്ക്. നയാ പൈസയില്ല, നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നയാ പൈസ നഞ്ച് വാങ്ങി തിന്നാൻ അറിയാത്ത നഞ്ച് എന്താണാവുന്നല്ലേ? നഞ്ചിൻ്റെ വള്ളിയാണ് കേട്ടോ അത്. പൊള്ളവള്ളി, ഫിഷ് ബെറി, കല്ല് നിരന്ത, കരണ്ടക വള്ളി, നഞ്ചിൻ്റെ വള്ളി, വള്ളി നിരന്ത, ആനമൃത, വട്ടോളം, കൈപ്പല, അങ്ങനെ പല പേരുണ്ട് കേട്ടോ. നല്ല വിഷമാണ്. കന്നുകാലികളൊക്കെ ഇല തിന്നു കഴിഞ്ഞിട്ട് 1-2 മണിക്കൂറിന് തന്നെ വിഷബാധയേക്കും. വായിൽ നിന്ന് നൊരയും പതയിറങ്ങും, ശരീരം വിറച്ചിങ്ങനെ വെട്ടി വിറക്കിയ അറിയും, കണ്ണ് ചോക്കും, കൈയും കാലും തലയൊക്കെ ഇട്ട് അടിക്കുക, ശ്വാസതടസ്സം ഉണ്ടാവുക, മിക്കവാറും ചിലപ്പോൾ അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്യും. കയ്പ്പ് രസമുള്ളതാണ് കേട്ടോ. അതിൻ്റെ കായയാണ്. നല്ലൊരു കൃമിനാശിനിയായിട്ട് ഉപയോഗിക്കും. ഔഷധ ഗുണം ഏറെ ഉണ്ട്. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രം. ചെള്ള, പേനി എന്നിവ നശിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പഴക്കം ചെന്ന ത്വക്ക് രോഗങ്ങളില്ലേ, മാറാണ്ട നിൽക്കണ, അതിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. കുരു ഉണക്കി പിടിച്ചിട്ട് ചെമ്മീൻ്റെ പൊടിയും ചേർത്തിട്ട് മനിഞ്ഞിലും ആരോനൊക്കെ പിടിക്കാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ കുരും വള്ളിയാണ് കേട്ടോ ഉണക്കിയിട്ട് ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. കുരു ഉണക്കി പിടിച്ച് കഴിഞ്ഞിട്ട് അത് ത്വക്ക് രോഗങ്ങളിലും മാറാത്ത മുറിവുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ കാരണം ഉണങ്ങുന്നുണ്ട്. പേശി വിഷബാധ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിലുണ്ടാവുന്ന നീര് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടുന്നൊരു മഞ്ഞച്ചായ ഉണ്ടാക്കുന്നുണ്ട്. ചുമയ്ക്ക്, ജലദോഷത്തിന് അതിനൊക്കെ കഷായം വെച്ച് കൂട്ടുന്നുണ്ട്. എല്ല് വേദന, സന്ധി വേദന, അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വൈദ്യൻ്റെ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സ്വയം ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ചെയ്യല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ചിലപ്പോൾ അത് ഫലപ്രദമാവുള്ളൂ. ചിലപ്പോൾ വിപരീത ഫലമൊക്കെ കിട്ടും നമ്മൾ നമ്മുടേതായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് വായിലാവാണ്ട് കുട്ടികളുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചാൽ അത് കന്നുകാലികളും കുട്ടികളൊന്നും തിന്നാടെ ശ്രദ്ധിക്കുക. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മാത്രം ഗുണഫലം നൽകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തൊക്കെ കാണിച്ചാൽ വെട്ടിക്കളയുക എന്നല്ലാണ്ട് നിവൃത്തിയില്ല. കുട്ടികളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല അച്ഛാ. അപ്പം ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ ഗുണഫലമാണ് ഏത് സസ്യവും എന്നും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.